ആനയ്ക്ക് മസിൽ ഉണ്ടായത് മാംസാഹാരം കഴിച്ചിട്ടാണോ എന്ന് പ്രമുഖനായ ഒരു വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടിരുന്നു. ഇവിടെ പറയുന്നത് ശരിക്കും മസിൽ മാസിനെ കുറിച്ചായിരിക്കും. മസിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രോട്ടീൻ കഴിക്കണമെന്ന് അറിയാത്ത മലയാളികൾ ഇന്ന് വിരളായിരിക്കും. ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് ഇത്ര വലിയൊരു ജീവിയായ ആന പോലും അവർക്ക് വേണ്ട പ്രോട്ടീനൊക്കെ സസ്യാഹാരം കഴിച്ചുകൊണ്ട് മാത്രം മീറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യന് അത് കഴിയുന്നില്ല എന്നായിരിക്കും. വെജിറ്റേറിയൻ ആവുക അല്ലെങ്കിൽ വീഗൻ ആവുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷെ ഇവിടെ ആനയെ വെച്ച് കമ്പയർ ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ആനയെ ഒരിക്കലും മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ലാത്തതെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ആനകൾ സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് അവർക്കുള്ള പ്രോട്ടീൻ മീറ്റ് ചെയ്യുന്നു. പക്ഷെ മനുഷ്യർക്ക് അത് വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും പയറുവർഗ്ഗങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ പറയുക. എന്നാൽ അതിലത്തെ തന്നെ പ്രോട്ടീനിന്റെ ബയോ അവൈലബിലിറ്റി മനുഷ്യർക്ക് വളരെ കുറവാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ദഹന വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് മനുഷ്യരേനെ ആനയായിട്ട് കമ്പയർ ചെയ്ത് വെച്ചാല് സസ്യബുക്കായ ആനയെ വെച്ചല്ല മനുഷ്യരുടെ ദഹന വ്യവസ്ഥ കമ്പയർ ചെയ്യേണ്ടത്. മിശ്രബുക്കുകളായ പന്നികളെയും കരടികളെയും വെച്ചാണ്. കാരണം മനുഷ്യൻ ബയോളജിക്കലി ഒരു മിശ്ര ബുക്കാണ്. അപ്പൊ ആദ്യം നമുക്കില്ലാത്തത് എന്താണ് സസ്യബുക്കുകൾക്കുള്ളത് എന്ന് നോക്കാം. നമുക്ക് ഇതിനായിട്ട് ഒരു ടിപ്പിക്കൽ സസ്യബുക്കിനെ എടുക്കാം. പശു മാത്രമല്ല, പശു, ആട്, പോത്ത് ഇവരൊക്കെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള സസ്യബുക്കുകളാണ്. ഇവരുടെ വയറ് നമ്മുടെ നിന്ന് വിഭിന്നമായിട്ട് 4 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റുമൻ, റെട്ടിക്കുലം, ഒമേസം, അബോമേസം. ഇതിൽ അബോമേസമാണ് നമ്മുടെ സ്റ്റൊമക്കായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്. അതുകൊണ്ട് ഇതിനെ ട്രൂ സ്റ്റൊമക്ക് എന്നാണ് പറയുക. ഇനി ഇതിന് മുന്നേ ഉള്ള 3 കമ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ട് നടക്കുന്നത് ഫെർമെന്റേഷൻ പ്രോസസ്സാണ്. ഒരുപാട് സൂക്ഷ്മാണുക്കള് ഈ 3 അറകളിലായിട്ട് പശുക്കളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ അണുക്കളാണ് ഇവര് കഴിക്കുന്ന പുല്ലിലെ സെല്ലുലോസ് എന്ന ഘടകം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിലുള്ള ന്യൂട്രിയൻസ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ ഫെർമെന്റേഷൻ വഴി ഈ അണുക്കൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ്. ഒരു സസ്യബുക്കിന്റെ പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ്. എസറ്റേറ്റ്, ബ്യൂട്രേറ്റ്, പ്രൊപ്യോണേറ്റ് എന്നിങ്ങനെ പറയുന്ന 3 ഫാറ്റി ആസിഡ്സ് ആണ് പ്രധാനമായിട്ടും ഇവർക്ക് എനർജി സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. 2 വ്യത്യാസങ്ങൾ ഓൾറെഡി ആയി. വയറ്റിലേക്ക് ഭക്ഷണം എത്തുന്നതിന് മുന്നേ തന്നെ സൂക്ഷ്മാണുക്കളെ ലോഡ് ചെയ്യാൻ ഇവർക്ക് 3 അറകളുണ്ട്. പുല്ല് പോലെയുള്ള സസ്യാഹാരത്തിൽ നിന്ന് സെല്ലുലോസ് ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ള സൂക്ഷ്മാണുക്കള് ഇവരെ ദഹന വ്യവസ്ഥയിൽ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഇവരുടെ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സും ആണ്. ഇനി വയറ്റിൽ നിന്ന് ഭക്ഷണം കുടലിലേക്ക് എത്തുമ്പോൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഒരുപാട് സൂക്ഷ്മാണുക്കൾ എത്തുന്നുണ്ട്. ഇത് കുടലിൽ വെച്ച് ദഹിക്കുന്ന സമയത്ത് ഈ മൈക്രോബ്സും കൂടെ ദഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് മൈക്രോബിയൽ പ്രോട്ടീൻ എന്ന് പറയുന്ന മറ്റൊരു എനർജി സോഴ്സും കൂടെ കിട്ടുന്നുണ്ട്. യഥാർത്ഥ ദഹനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സൂക്ഷ്മാണുക്കള് ഇവരുടെ ഭക്ഷണം ദഹിപ്പിക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പോയ്സണസ് ആവാൻ സാധ്യതയുള്ള പല ഭക്ഷ്യവസ്തുക്കളും പശുക്കൾക്ക് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് കാലിത്തീറ്റയിലൊക്കെ നമ്മൾ ചേർക്കുന്ന യൂറിയയാണ്. സാധാരണ ഒരു ജീവി യൂറിയ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി മരിക്കും. കാലിത്തീറ്റയിൽ നമ്മൾ മിക്കപ്പോഴും ഒരു നിയന്ത്രിത ലെവലില് യൂറിയ ആഡ് ചെയ്യാറുണ്ട്. ഇത് തിരിച്ചും സംഭവിക്കാറുണ്ട്. നോർമലായിട്ട് മറ്റു ജീവികളിൽ ദഹിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ഈ സൂക്ഷ്മാണുക്കളുടെ ദഹന പ്രക്രിയയിലൂടെ പോകുമ്പോൾ വിഷവസ്തു ആവാറുമുണ്ട്. ഇതിന് വലിയൊരു ഉദാഹരണമാണ് കപ്പ. ഈ അടുത്ത തൊടുപുഴയിൽ ഒരുപാട് പശുക്കള് മരിച്ചു വീണ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചതുമാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാല് ഞാനത് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ചേർക്കാം. ഇനി നമുക്ക് ആനകളിലേക്ക് വരാം. പശുക്കളുടെ അത്ര എഫിഷ്യന്റ് അല്ല ആനകളുടെ ദഹന വ്യവസ്ഥ. വയറ്റിലെത്തുന്നതിന് മുൻപാണ് പശുക്കളിൽ ഈ മൈക്രോബിയൽ ഡൈജഷൻ നടക്കുകയെങ്കിൽ ആനകളിൽ അത് വയറിനും ചെറുകുടലിനും ശേഷമാണ്. സീക്കം എന്ന് പറയുന്ന ഒരു ഭാഗത്തായിട്ടാണ് ആനകൾക്ക് കൂടുതൽ സൂക്ഷ്മാണുക്കൾ ഉള്ളത്. അതുകൊണ്ട് പശുക്കളേനെ ഫോർഗട്ട് ഫെർമെന്റർ എന്ന് പറയുന്ന സമയത്ത് ആനകളേനെ ഹൈൻഗട്ട് ഫെർമെന്റർ എന്നാണ് പറയാറ്. പശുക്കളെ പോലെ തന്നെ വോളറ്റൈൽ ഫാറ്റി ആസിഡ് ഇവിടെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. ഇവരുടെ എനർജി സോഴ്സ് പ്രധാനമായിട്ടും വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് തന്നെയാണ്.
പശുവിനെ വെച്ച് നോക്കുന്ന സമയത്ത് വെറും 40 മുതൽ 50% എഫിഷ്യൻസി മാത്രമേ ആനകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇവർ തീറ്റയ്ക്കായിട്ട് ചെലവഴിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഭക്ഷണം കഴിച്ചാലാണ് ഇവർക്ക് വേണ്ട എനർജി ആക്കാൻ പറ്റുള്ളൂ. 18 മണിക്കൂറോളമാണ് ഇവർ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കാറ്. ഏകദേശം 270 കിലോഗ്രാം ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ആവുക. എഫിഷ്യൻസി കുറവാണെങ്കിലും അത് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടും ഒരുപാട് വലുപ്പമുള്ള കുടലും അതിൽ പശുക്കളെക്കാട്ടും കൂടുതൽ സൂക്ഷ്മാണുക്കളിൽ ലോഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. Now let's address the elephant in the room. ആനയും മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ദഹിപ്പിക്കാൻ സൂക്ഷ്മാണുക്കളില്ല, നമ്മുടെ എനർജി സോഴ്സ് ഗ്ലൂക്കോസ് ആണ് എന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ മനസ്സിലാക്കി കാണും. പക്ഷെ നമ്മളും ഒരുപാട് തവണ ഗട്ട് ബാക്ടീരിയനെ കുറിച്ചും ഗട്ട് ഹെൽത്തിനെ കുറിച്ചും സംസാരിക്കാറുണ്ട്. അപ്പൊ അവരുടെ പണി എന്താ? അവരും നമ്മുടെ ശരീരത്തിൽ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആനയിൽ നിന്നും പശുവിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് പ്രധാനമായിട്ടും ഈ ഗട്ട് മൈക്രോബ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് നമ്മൾ അധികം അബ്സോർബ് ചെയ്യുന്നില്ല. ഇനി അബ്സോർബ് ചെയ്താൽ തന്നെ ഏകദേശം 5 മുതൽ 10% വരെ മാത്രമാണ് നമുക്കൊരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ഈ ഗട്ട് ബാക്ടീരിയാസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ കോളൻ ഭാഗത്തുള്ള സെൽ ലൈനിങ്ങിന്റെ ഹെൽത്ത് ആണ് പ്രധാനമായിട്ടും ഈ ഗട്ട് ബാക്ടീരിയാസ് മേൽനോട്ടം വഹിക്കുന്നത്. ഗട്ട് സെൽ ലൈനിങ് ഉണ്ടാക്കാൻ എനർജി കൊടുക്കുക, ലീക്കി ഗട്ട് എന്ന് പറയുന്ന കുടലിൽ നിന്ന് വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് ലീക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് പ്രധാനമായിട്ട് ഇവര് അവോയ്ഡ് ചെയ്യുന്നത്. മനുഷ്യൻ സസ്യബുക്കല്ല മിശ്രബുക്കാന്ന് പറയുന്ന സമയത്ത് വരുന്ന ഒരു പ്രധാന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ ഘടനയാണ്. മിശ്രബുക്കുകളിൽ മിക്കപ്പോഴും ഇറച്ചി കടിച്ചു വലിക്കാൻ പാകത്തിലുള്ള പല്ലുകളാണ് നമ്മൾ കാണാറ്. മനുഷ്യർക്ക് അങ്ങനെയല്ല, കൂടുതൽ സസ്യബുക്കുകളായിട്ടാണ് മനുഷ്യരുടെ പല്ലിന് സാമ്യം എന്നുള്ളതാണ് ഉയർന്നു കേൾക്കുന്ന ഒരു ആർഗ്യുമെന്റ്. ശരിക്കും പറയാച്ചാൽ മനുഷ്യർക്ക് സസ്യബുക്കുകളെ പോലെയുള്ള പല്ലുകളല്ല, മിശ്രബുക്കുകളെ പോലെയുള്ള പല്ലുകൾ തന്നെയാണ്. മാംസം കടിക്കാനും കടിച്ചു മുറിക്കാനും പാകത്തിലുള്ള കെനൈൻസും ഇൻസിസേഴ്സും അതുപോലെ നന്നായി ചവച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മോളാസും പ്രീമോളാസും. പക്ഷെ മറ്റു മിശ്രബുക്കുകളെ പോലെ നമ്മുടെ പല്ലുകൾക്ക് ഈ വ്യത്യാസം ഒരുപാട് കാണാത്തതിന്റെ കാരണം മനുഷ്യ പരിണാമത്തിന് തന്നെ ഒരു പ്രധാന പങ്ക് വഹിച്ച തീയുടെ കണ്ടുപിടുത്താണ്. തീ കണ്ടുപിടിച്ചതിന് ശേഷം മനുഷ്യൻ തീ കൊണ്ട് പാകം ചെയ്തതിന് ശേഷം മാത്രമാണ് മാംസാഹാരം കഴിക്കാറുള്ളൂ. ചൂടാക്കുമ്പോൾ മാംസം സോഫ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ അത്ര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പല്ലുകളുടെ ആവശ്യം മനുഷ്യർക്ക് ഇല്ലാതായി. തുടർന്ന് ഇവോൾവ് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും പല്ലിന്റെ ഫങ്ഷൻ കുറഞ്ഞു വന്നു. അങ്ങനെയാണ് പല്ലുകളുടെ സ്പെഷ്യലൈസേഷൻ കുറഞ്ഞു വന്നത്. സോ എന്തുകൊണ്ടാണ് ആനയെ പോലെ മനുഷ്യർക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.